ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് നമ്മുടെ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്ന് പറയുന്ന കോട്ട്പ നിയമം, നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിനകത്തൊക്കെ വരുന്ന കോട്ട്പ നിയമം എന്താണെന്നാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും കഴിഞ്ഞ നമ്മുടെ എക്സൈസിന്റെ ക്ലാസ്സുകളെല്ലാം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ എക്സൈസിന്റെ കോഴ്സിലേക്കും ഗ്രൂപ്പിലേക്കും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഈ വീഡിയോയില് കോട്ട്പ നിയമം എന്താണെന്നും ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ആദ്യമായിട്ട് എന്താണ് കോട്ട്പ അല്ലെങ്കിൽ എന്താണ് സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട്? അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ ഫോമിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ. അപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ് തന്നെ ആദ്യത്തെ ചോദ്യമായിട്ട് ഞാനത് പറയുകയാണ്. എന്താണ് കോട്ട്പയുടെ ഫുൾ ഫോം എന്ന് ചോദിച്ചാല് സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് ആണ് കോട്ട്പയുടെ ഫുൾ ഫോം. എന്താണ്? സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്നുള്ളതാണ് കോട്ട്പയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെ ഒരിക്കലും മറക്കരുത്. കോട്ട്പ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിട്ട് അവസാനം കോട്ട്പയുടെ ഫുൾ ഫോം അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അപ്പൊ കോട്ട്പ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ടിനെയാണ് നമ്മൾ കോട്ട്പ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചാല്, എന്താണ് കോട്ട്പ നിയമത്തിന്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചാല് നമുക്ക് പറയാൻ കഴിയുന്നത്, സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പരസ്യം ചെയ്യാൻ പാടില്ലെന്നും അവ വഴിയോരങ്ങളിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്താൻ പാടില്ലെന്നും സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ മേഖലയിൽ കച്ചവടം ചെയ്യാമെന്നും എവിടെ ഉൽപ്പാദിപ്പിച്ച് എങ്ങനെ കടകളിൽ എത്തിക്കാമെന്നുള്ള വസ്തുതകളെ കുറിച്ച് ഒരു സമഗ്രമായ ഒരു വിവരം നൽകുന്ന നിയമത്തിനാണ് നമ്മൾ കോട്ട്പ നിയമം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോട്ട്പ നിയമം എന്ന് പറഞ്ഞാല്, സിഗരറ്റ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ നമ്മൾ പരസ്യം ചെയ്യാൻ പാടില്ല എന്നും അവ എന്ത് ചെയ്യാം, വഴിയോരങ്ങളിൽ കൊണ്ടുചെന്ന് വിൽപ്പന നടത്താൻ പാടില്ല എന്നും സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ മേഖലയിൽ നമുക്ക് കച്ചവടം ചെയ്യാം, എവിടെ ഉൽപ്പാദിപ്പിച്ച് എങ്ങനെ കടകളിൽ എത്തിക്കാം എന്നൊക്കെ പറയുന്ന വസ്തുതാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു നിയമമാണ് നമ്മൾ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് അല്ലെങ്കിൽ കോട്ട്പ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ കപ്പലണ്ടി വിൽക്കും പോലെ സിഗരറ്റ് കൊണ്ട് വിൽക്കുന്നത്? അങ്ങനെ വിൽക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം അതിനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഈ റെഗുലേഷൻസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെയാണ് ഈ പറയുന്ന റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ എന്നൊക്കെ പറയുന്നതാണ് ഈ പറയുന്ന കോട്ട്പ നിയമത്തിനകത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി വായിച്ചു നോക്കാം. സിഗരറ്റും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനം, വിതരണം എന്നിവയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, പരസ്യങ്ങളുടെയും മറ്റും നിയന്ത്രണങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെയാണ് ഈ നിയമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പൊ കോട്ട്പ നിയമത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാല്, സിഗരറ്റ്, മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനം, പ്രൊഡക്ഷൻ, വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയിലൊക്കെ പാലിക്കേണ്ട റെഗുലേഷൻസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ പരസ്യങ്ങളുടെയും മറ്റും നിയന്ത്രണങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ ഈ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് കോട്ട്പ നിയമം എന്നൊരു ഏകദേശം ഒരു ഐഡിയ മനസ്സിലായില്ലേ? അടുത്ത പോയിന്റ് ആണ്, പുകയിലയുടെ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ നിയന്ത്രിക്കുന്നതിനായിട്ട് 2003 പുകയില നിയമം അല്ലെങ്കിൽ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ 2003 പുകയില നിയമം അല്ലെങ്കിൽ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് പാസ്സാക്കുന്നത്. അപ്പൊ എന്താണ് കോട്ട്പ നിയമം എന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പരസ്യം ചെയ്യാൻ പാടില്ലെന്നും അവ വഴിയോരങ്ങളിൽ കൊണ്ടു നടന്ന് വിൽപ്പന നടത്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന, ഏതൊക്കെ മേഖലയിൽ കച്ചവടം ചെയ്യാം, എവിടെ അത് ഉൽപ്പാദിപ്പിച്ച് എങ്ങനെ നമുക്ക് വിതരണം ചെയ്യാം എന്നൊക്കെ പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസിനെ കുറിച്ചാണ് ഈ പറയുന്ന കോട്ട്പ നിയമത്തിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ പുകയില ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ നിയന്ത്രിക്കുന്നതിനായിട്ട് 2003 എന്ത് ചെയ്യുന്നത്, പുകയില നിയമം അല്ലെങ്കിൽ കോട്ട്പ നിയമം പാസ്സാക്കുന്നത് എന്നുകൂടി എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് ഒന്ന് അറിഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാത്തവരെ ഇനിയും നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ എക്സൈസിന്റെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 100 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ. ഈ 100 രൂപ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് 9961116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പിൽ ഈ 100 രൂപ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. ആ സമയത്ത് എന്ത് ചെയ്യുക, എക്സൈസ് എന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കുക. നിങ്ങൾ അതേ ദിവസം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന എക്സൈസിന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് മുതൽ ഇന്നത്തെ ക്ലാസ് വരെയുള്ള എല്ലാ മെറ്റീരിയൽസും ആ ഒരു കോഴ്സിനകത്ത് ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ?
അപ്പൊ എന്തായാലും നമുക്കിനി ബാക്കി ഡീറ്റെയിൽസിലേക്ക്, കോട്ട്പ നിയമത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 2003 മെയ് 18-നാണ്. വ്യക്തമായി പഠിച്ചു വെച്ചേക്കുക. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത് 2003 മെയ് 18-നാണ്. പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളിലും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 47 ആണ്. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾക്കകത്താണ് ഇത് പറയുന്നത്. എന്താണ് പറയുന്നത്? പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ എന്ന് പറഞ്ഞാൽ പുകയില വസ്തുക്കളും മറ്റ് ശരീരത്തിന് ഹാനികരമായ വസ്തുക്കളും നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 47 ആണ്. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾക്കകത്താണ് എന്ത് ചെയ്യുന്നത്, ഇവ പ്രതിപാദിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കിയേക്കുക. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയുടെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 21 ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് എപ്പോഴാണ്? 1999 ജൂലൈ 12-നാണ് ചെയ്യുന്നത് കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. അപ്പോൾ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 ആണ്. ഇതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇത് നമ്മുടെ എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 21. കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ അത് 1999 ജൂലൈ 12-നുമാണ്. അടുത്ത ചോദ്യമാണ്, പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപൻ അല്ലെങ്കിൽ ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ് കേട്ടോ. അപ്പോൾ പൊതുസ്ഥലത്തെ നമ്മുടെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞത്? സംസ്ഥാനങ്ങൾ ഈ പറയുന്ന ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ 47. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾക്കകത്താണ് ഇത് പറയുന്നത്. പിന്നെ പറഞ്ഞു പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കുന്നതിന് അടിസ്ഥാനമായ വകുപ്പ് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 21 ആണ്. പിന്നെ കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് 1999 ജൂലൈ 12-നാണ്. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ ഹൈക്കോടതിയിലെ ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന പുകയില ഉപയോഗം നിയന്ത്രിക്കാൻ ഒരു അന്താരാഷ്ട്ര ഉടമ്പടി രൂപപ്പെടുത്തുകയും 182 രാജ്യങ്ങൾ അതിൽ പങ്കാളികളാകുകയും ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ 19ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1986 മെയ് 15-നാണ് കേട്ടോ. അപ്പോൾ ലോകാരോഗ്യ സംഘടന നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ 19ാമത്തെ ലോകാരോഗ്യ അസംബ്ലി നടന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അത് 1986 മെയ് 15-നാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പുകയിലയുടെ പുകയ്ക്ക് ഇച്ഛാപൂർവമല്ലാതെ വിധേയമാകുന്നവരിൽ നിന്നും പുകവലിക്കാത്തവർക്ക് ഫലപ്രദമായ സംരക്ഷണം നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും പുകയില ഉപയോഗിക്കുന്നതിൽ ആസക്തരാകുന്നതിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കാത്ത WHO അംഗരാജ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി നിർദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പറയും പോലെ പാസീവ് സ്മോക്കിംഗ്, അതാണ് പുകയിലയുടെ അല്ലെങ്കിൽ പുകയ്ക്ക് ഇച്ഛാപൂർവമല്ലാതെ വിധേയമാകുക എന്ന് പറഞ്ഞാൽ പാസീവ് സ്മോക്കിംഗ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്നു, അതിനടുത്ത് നിന്ന് മറ്റൊരാൾ ശ്വസിക്കുന്നു. അപ്പോൾ അയാൾക്ക് സിഗരറ്റ് വലിക്കണം എന്നുള്ള ആഗ്രഹമില്ല, പക്ഷെ ഇയാൾ ഇങ്ങനെ വലിച്ചു വിടുന്ന പുക എന്ത് ചെയ്യുന്നു? പാസീവായിട്ട് അയാൾ സ്മോക്ക് ചെയ്യുന്നു. ഈ സ്മോക്കിങ്ങിനെക്കാളും ഡേഞ്ചറസ് ആണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഇച്ഛാപൂർവമല്ലാതെ വിധേയമാകുന്നവരിൽ നിന്നും പുകവലിക്കാത്തവർക്ക് ഫലപ്രദമായ സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പബ്ലിക് സ്മോക്കിംഗ് ഒക്കെ ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫലപ്രദമായ സംരക്ഷണം നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ പുകയില ഉപയോഗിക്കുന്നതിൽ ആസക്തരാകുന്നതിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കാത്ത WHO രാജ്യങ്ങളെ അല്ലെങ്കിൽ അംഗരാജ്യങ്ങളെ നടപ്പിലാക്കുന്നതിനായി നിർദ്ദേശിക്കുന്നതും ആര് തന്നെയാണ്? WHO അസംബ്ലീസ് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലോകാരോഗ്യ സംഘടനയുടെ ഒരു മീറ്റിംഗ് ആണ് ഈ പറയുന്ന 1986 മെയ് 15-ന് ലോകാരോഗ്യ അസംബ്ലിയിലൂടെ WHO ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ 43ാമത്തെ ലോകാരോഗ്യ അസംബ്ലിയുടെ യോഗം നടന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1990 മെയ് 17-നാണ്. 1990 മെയ് 17-നാണ്. അപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ എന്താണ്? ലോകാരോഗ്യ സംഘടനയുടെ 19ാമത്തെ ലോകാരോഗ്യ അസംബ്ലി ആണെങ്കിൽ അത് 1986 മെയ് 15-നാണ്.
എന്നാൽ 1990 മെയ് 17 43ാമത്തെ ലോകാരോഗ്യ അസംബ്ലിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇന്ത്യയിലെ കോട്ട്പ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ WHO സമ്മേളനം ചോദിച്ചാൽ അത് ഈ പറയുന്ന 43ാമത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 1990 മെയ് 17 ഈ പറയുന്ന ലോകാരോഗ്യ അസംബ്ലിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിലെ കോട്ട്പ നിയമം കൊണ്ടുവരുന്നതിന് കാരണമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി വഴിയൊരുക്കിയിട്ടുള്ള ഒരു അസംബ്ലി ചോദിച്ചാൽ 43 ഈ പറയുന്ന അല്ലെങ്കിൽ 43ാമത്തെ ലോകാരോഗ്യ അസംബ്ലിയാണ് നടന്നത് 1990 മെയ് 17. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ കുട്ടികൾ, ഗർഭിണികൾ തുടങ്ങിയ റിസ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരെ നിഷ്ക്രിയ പുകവലിയിൽ നിന്നും അല്ലെങ്കിൽ പാസീവ് സ്മോക്കിൽ നിന്നും സംരക്ഷിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളുന്നതിന് നേരിട്ടും പരോക്ഷവുമായിട്ടുള്ള എല്ലാ പരസ്യങ്ങളും, പ്രൊമോഷനുകളും, സ്പോൺസർഷിപ്പുകളും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് കുട്ടികളെയും ഗർഭിണികളെയും എന്ത് ചെയ്യുക, പാസീവ് സ്മോക്കിൽ നിന്ന് സംരക്ഷിക്കുക. കൂടാതെ നേരിട്ടുള്ളതും പരോക്ഷവുമായ എല്ലാ പരസ്യങ്ങളും എന്ത് ചെയ്യുക, പരസ്യങ്ങളും പ്രൊമോഷൻസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. നമുക്ക് അറിയാം, ഒരു പരസ്യത്തിൽ നമ്മുടെ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഒന്നും വന്ന് എന്ത് ചെയ്യുന്നില്ല, സിഗരറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അഥവാ ചെയ്താൽ ശക്തമായ നിയമ നടപടികൾ ആരായാലും അവര് അനുഭവിക്കേണ്ടി വരും, അല്ലെ? അപ്പൊ ഇതുപോലുള്ള നേരിട്ടും പരോക്ഷവുമായിട്ടുള്ള എല്ലാ പരസ്യങ്ങളും, പ്രൊമോഷൻസും എന്ത് ചെയ്യുന്നു, സ്പോൺസർഷിപ്പുകളും നിയന്ത്രിക്കുന്നുണ്ട്. കൂടാതെ പുകയിലയെ തന്നെ അമിതമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യം എന്ത് ചെയ്തു, മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുകയില രഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 2008 ഒക്ടോബർ 2 മുതൽ, ഗാന്ധി ജയന്തി മുതലാണ് കേട്ടോ. അപ്പൊ 2008 ഗാന്ധി ജയന്തി ഒക്ടോബർ 2 മുതലാണ് പുകയില രഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. പുകയില സ്ഥലങ്ങളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ജോലി സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, പുകയില നിരോധിക്കുന്ന നിയമമാണ് എന്ത്, ഈ പറയുന്ന കോട്ട്പ നിയമം. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നും പുകവലി നിരോധിക്കുന്ന നിയമമാണ് നമ്മൾ ഈ പറഞ്ഞ കോട്ട്പ നിയമം. വിദ്യാഭ്യാസം കുറവുള്ളവർക്കും കുട്ടികൾക്കും ചിത്രങ്ങളിലൂടെയുള്ള മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ പുകയില ഉപയോഗിക്കുന്നതിനുള്ള ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ നിയമം സഹായിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കണക്കിന് വിദ്യാഭ്യാസം കുറവുള്ളവർക്കും കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പുകയില ഉപയോഗത്തിലെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമം സഹായിക്കുന്നു. പുകയില രഹിതമായ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഈജിപ്റ്റ്, UK, ഫ്രാൻസ്, ഹോങ്കോങ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നീ രാജ്യങ്ങൾ എന്താണ്, പുകയില രഹിതമാണ് കേട്ടോ. അപ്പൊ പുകയില രഹിതമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയുണ്ട്, ഈജിപ്റ്റ്, UK, ഫ്രാൻസ്, ഹോങ്കോങ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്. ഈജിപ്റ്റ്, UK, ഫ്രാൻസ്, ഹോങ്കോങ്, അയർലൻഡ്, ഫ്രാൻസ് എന്നീ ഹോങ്കോങ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നീ പറയുന്നതൊക്കെ എന്താണ്, പുകയില രഹിതമായിട്ടുള്ള രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ സിഗരറ്റ് പാക്കറ്റുകളുടെ 40% ഭാഗത്ത് എന്ത് ചെയ്യണം, പാക്കറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഭാഷകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന കണക്കിന് ഇതൊക്കെ ഏത് സ്ഥലങ്ങളിലാണ് കൊണ്ടുപോകുന്നത്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഭാഷകളിലും ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷകളിലൊക്കെ എന്ത് ചെയ്യണം, 40% ഭാഗത്ത് പുകയില ആരോഗ്യത്തിന് ഹാനികരം, പുകയില ക്യാൻസറിന് കാരണമാകുന്നത് പോലുള്ള മുന്നറിയിപ്പുകളും കാര്യങ്ങളും വ്യക്തമായി കൊടുത്തിരിക്കണമെന്ന് നമ്മുടെ ഈ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുകയില നിയമം പുകയില അടങ്ങിയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ബാധകമാണ്. സിഗരറ്റ്, സിഗാറ്, ചുരുട്ട്, ബീഡി, ഗുഡ്ക, പാൻ മസാല, ഖൈനി, മാവ തുടങ്ങിയ സാധനങ്ങൾക്കെല്ലാം എന്താണ്, ഈ പറയുന്ന പുകയില നിയമം അല്ലെങ്കിൽ കോട്ട്പ നിയമം ബാധകമാണ്. എന്ന് പറഞ്ഞാല് പുകയില അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും, അതാണ് സിഗരറ്റ്, സിഗാറ്, ചുരുട്ട്, ബീഡി, ഗുഡ്ക, പാൻ മസാല, ഖൈനി, മാവ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും എന്താണ്, ഈ പറയുന്ന കോട്ട്പ നിയമം ബാധകമാണ്. ഈ നിയമം ജമ്മു കാശ്മീർ അടക്കം ഇന്ത്യ മുഴുവൻ ബാധകമാണ്, അല്ലെ? അപ്പൊ ഈ നിയമം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്, ആന്ധ്രാപ്രദേശാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് GK പഠിക്കാം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ല എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല എന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല എന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ല എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത പഞ്ചായത്താണെങ്കിൽ അത് കാഞ്ചിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമാണെങ്കിൽ കുളിമാടാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ല ചോദിച്ചാൽ അത് നമ്മുടെ ഏതാണ്, തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല പരസ്യരഹിതമാണെങ്കിൽ തിരുവനന്തപുരം, പുകയില വിമുക്തമാണെങ്കിൽ അത് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത പഞ്ചായത്താണെങ്കിൽ അത് കാഞ്ചിയാറാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമാണെങ്കിൽ അത് കുളിമാടാണ്. ഓക്കെ, ഒന്നും കൂടി പറയുകയാണ്, പുകയില പരസ്യരഹിത ജില്ല ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. പുകയില വിമുക്ത ജില്ല ചോദിച്ചാൽ കോട്ടയം.
പുകയില വിമുക്ത പഞ്ചായത്താണെങ്കിൽ കാഞ്ചിയാറാണ്. പുകയില വിമുക്തമായിട്ടുള്ള ഗ്രാമമാണെങ്കിൽ അത് കുളിമാടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് തന്നെ കടക്കാം. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31 അല്ലെ. മെയ് 31 ലോക പുകയില വിമുക്ത ദിനം. ലോക ലഹരി വിരുദ്ധ ദിനം ചോദിച്ചാൽ ജൂൺ 20 കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ലോക പുകയില വിരുദ്ധ ദിനമാണെങ്കിൽ അത് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ലോക ലഹരി വിരുദ്ധ ദിനമാണെങ്കിൽ അത് ജൂൺ 20 ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കോട്ട്പ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒന്നും കൂടി പറയുകയാണ്, നോ സ്മോക്കിംഗ്, സ്മോക്കിംഗ് കിൽസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. 100 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ. ഞാൻ നമ്പർ ഒന്നും കൂടി പറഞ്ഞുതരാം. 9969692972 കേട്ടോ. അപ്പൊ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. ഓക്കെ, അപ്പൊ അയക്കുമ്പോഴത്തേക്കും എക്സൈസ് എന്നും കൂടി ടൈപ്പ് ചെയ്തിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുന്നു, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.